മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ ഈ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയോട് വെറുപ്പാവുകയാണ്. അത് വേറൊന്നുമല്ല, ഈ കണ്ണൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നുള്ള സത്യം മഹാലക്ഷ്മി ഇത്ര കാലവും മറച്ചു വെച്ചു. അതിനുശേഷം പ്രതാപം എല്ലാവരോടും സത്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ സമയത്തും കണ്ണനോട് മഹാലക്ഷ്മി അത് തുറന്നു പറഞ്ഞില്ല. പകരം തുറന്നു പറഞ്ഞത് അനന്തുവിനോടും ലേഖേനോടൊക്കെയാണ്. ആ സത്യങ്ങളും കണ്ണന് മനസ്സിലാവുന്നുണ്ട്. അത് വേറെ ഒരു രീതിയിലും അല്ല. കണ്ണനാണെങ്കിൽ അന്ന് ആ മൊബൈൽ അവിടെ മനഃപൂർവ്വം വെച്ചത് ഇവരെന്താ സംസാരിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നീട് ആ മൊബൈൽ കൊടുന്ന് നോക്കുമ്പം കണ്ണന് മനസ്സിലാവുന്നുണ്ട് അനന്തുവിനും ലേഖയ്ക്കൊക്കെ സത്യങ്ങൾ അറിയാം. എല്ലാവരും ചേർന്ന് തന്നെ ചതിക്കുവാണ്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണെങ്കിൽ അമ്മാവനെ ആണെങ്കിൽ ഇനി പ്രതാപനെ കാണാനൊന്നും പോകണ്ടെന്ന് പറയുമ്പോഴും കണ്ണന് അമ്മാവനെയും സംശയമാവുന്നുണ്ട്. ഇതെന്താ അമ്മാവൻ അതിന് സപ്പോർട്ട് നിൽക്കണേ, ഇതിലെന്തൊക്കെയോ ചതികൾ നടക്കുന്നുണ്ടല്ലോ ഞാൻ അറിയാതെയെന്ന്. അതേസമയം ഉണ്ണിയും തുറക്കുകയാണെങ്കിൽ വീണ്ടും മഹാലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ വേറെ ആരാണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പം കണ്ണൻ അതിന് നല്ല ശക്തമായ മറുപടി തന്നെ കൊടുത്തിട്ട് എനിക്കൊന്ന് വെളിയിൽ വരെ പോകണം, ഞാൻ തിരിച്ചു വരുമ്പോൾ വൈകും, എന്തായാലും എനിക്ക് ഫുഡൊന്നും വെച്ചേക്കണ്ടെന്നും പറഞ്ഞ് കാറിൽ കയറി പോകുന്നുണ്ട്. പോണ വഴിക്ക് സുമേഷിനെ പകുതി വഴിക്ക് ഇറക്കി വിട്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ വിളിക്കാം, അപ്പോൾ സുമേഷേട്ടൻ വന്നാൽ മതി, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഞാൻ വരാൻ വൈകുമെന്നും പറഞ്ഞ് പോകുന്നുണ്ട്. കണ്ണനാണ് ഈ നേരെ പോകുന്നത് കണ്ണന് ചെറുതിലെ ആ ആക്സിഡൻ്റ് ഉണ്ടായ ആ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ചെന്ന് നിന്നതും കണ്ണന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ അന്ന് അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോയതും ആ ദിവ്യായ അമ്മ കണ്ണന് ആ ഒരു വിഗ്രഹം കൊടുത്തതും പിന്നീട് തിരിച്ചു വരുന്ന വഴിക്ക് ആ മഴയത്ത് കണ്ണൻ്റെ അച്ഛൻ്റെ വണ്ടിയിലേക്ക് ലോറി പാഞ്ഞു കയറിയതും ആ വിഗ്രഹം തെറിച്ചു പോയതും ആ സമയത്ത് ആ ലോറിക്കാരൻ ലോറി നിർത്താതെ പോയതുകൊണ്ട് ചോര വാർന്ന് കണ്ണൻ്റെ അച്ഛൻ മരിച്ചതും എല്ലാം ഇങ്ങനെ ഓർക്കുമ്പോൾ കണ്ണന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എല്ലാവരും എന്നെ ചതിക്കുമായിരുന്നു, ഈ ചതി ഞാൻ അംഗീകരിച്ചു കൊടുക്കൂല, എല്ലാത്തിനോടും ഞാൻ പകരം വീട്ടു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വീണ്ടും കാറിൽ കയറി പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ നമ്മളുടെ മഹാലക്ഷ്മി കണ്ണൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ ഫോൺ എടുക്കാതാവുമ്പം മഹാലക്ഷ്മിക്ക് ആകെ സങ്കടമാവാണ്. അതുകൊണ്ട് മഹാലക്ഷ്മി ലേഖയോട് പറയുന്നുണ്ട്, ലേഖ എന്താണെന്നറിയില്ല, കണ്ണേട്ടൻ ഫോൺ എടുക്കണില്ലല്ലോ, കണ്ണേട്ടന് എന്തോ സംശയം ഉണ്ടെന്നാണ് തോന്നണേന്ന് പറയുമ്പോൾ ചിലപ്പോൾ കണ്ണേട്ടൻ എന്തെങ്കിലും തിരക്കിലായിരിക്കും, അല്ലെങ്കിൽ ഫോൺ എടുക്കാതിരിക്കില്ല എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്ത് തിരക്കിലാണെങ്കിലും എൻ്റെ കോള് കണ്ടാൽ കണ്ണേട്ടനെ എടുക്കാതിരിക്കില്ല, ഇതിപ്പോൾ മനഃപൂർവ്വം എടുക്കാത്ത പോലെ എനിക്ക് തോന്നണേ, എന്താ എനിക്കൊരു സമാധാനമില്ല ലേഖയെന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട് നീ ടെൻഷനാവാതിരിക്കുമെങ്കിൽ ഈ സമയത്ത് ടെൻഷനായിട്ടുണ്ടെങ്കിൽ അത് കുഞ്ഞിന് അത്ര നല്ലതല്ല, എന്തായാലും ഇന്ന് കുറച്ച് സമയം കൂടി കഴിഞ്ഞ് നീ ഒന്നും കൂടി വിളിച്ച് നോക്ക്, എന്നിട്ടും ഫോൺ എടുക്കണില്ലെങ്കിൽ നമുക്ക് കണ്ണേട്ടൻ്റെ അടുത്തേക്ക് അനന്തുവേട്ടനെ പറഞ്ഞു വിടാമെന്ന്. എന്തായാലും എനിക്ക് കണ്ണേട്ടൻ്റെ അടുത്തൊന്ന് സംസാരിച്ചാലേ സമാധാനമാവുള്ളൂ, അല്ലെങ്കിൽ സങ്കടം കൊണ്ട് എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞ് മഹാലക്ഷ്മി ഇരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കരുണയാണെങ്കിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന സമയത്ത് ഉണ്ണി അങ്ങോട്ട് വരുന്നുണ്ട്. ഉണ്ണി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും നാളും നീ നിൻ്റെ ചേച്ചിയുടെ 7ാം മാസത്തെ ചടങ്ങ് നടക്കരുതെന്നാണ് ആഗ്രഹിച്ചത്, പക്ഷേ ഇന്ന് നിൻ്റെ മുഖത്ത് അങ്ങനെ ഒരു എതിർപ്പ് ഞാൻ കണ്ടില്ല, അതുമാത്രമല്ല നീ അവർക്ക് മധുരം കൊടുക്കാനും പോയി, ആ ചടങ്ങിൽ നീ പങ്കെടുക്കുകയും ചെയ്തു, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിക്കുമ്പം കരുണ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ പങ്കെടുത്തില്ലെങ്കിലും ആ ചടങ്ങ് ഭംഗിയായിട്ട് നടക്കും, പിന്നെ നമ്മളെന്തിനാ പങ്കെടുക്കാതിരിക്കണേ, എന്തായാലും എല്ലാവരും അവൾക്ക് മധുരം കൊടുത്തില്ലേ, അപ്പം ഞാനായിട്ട് കൊടുക്കാതിരിക്കണ്ടെന്ന് കരുതിയാൽ കൊടുത്താൽ, അല്ലാതെ എനിക്കതിൽ ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല എന്ന് പറയുമ്പോൾ പിന്നെ കരുണേ നിൻ്റെ അച്ഛനും ഇവിടെ വന്നപ്പോൾ എല്ലാവരും ചേർന്ന് അയാളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി, എന്തിനാ, അയാൾ ഞങ്ങളുടെ അച്ഛനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ, അത് ഞങ്ങൾ കേൾക്കാതിരിക്കാനാണെന്ന് വയ്ക്കുമ്പം കരുണ പറയുന്നുണ്ട് അത് ഉണ്ണിയേട്ടനെ അറിയാലോ, അച്ഛനിപ്പോൾ മാനസിക നില തകരാറിലാണ്, അതുകൊണ്ട് അച്ഛൻ എന്തൊക്കെയാണ് പറയണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അങ്ങനെ അച്ഛൻ്റെ വായിൽ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് സങ്കടമായെങ്കിലും എന്ന് കരുതിയിട്ട് എല്ലാവരും ചേർന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഈ ഉണ്ണിക്കാണെങ്കിൽ അതത്ര വിശ്വാസമൊന്നും ആവണില്ല. അതുകൊണ്ട് ഉണ്ണി പറയുന്നുണ്ട് എനിക്കതത്ര വിശ്വാസമൊന്നുമില്ല, എന്തായാലും പിടിച്ചു വലിച്ചു കൊണ്ടുപോയത് അനന്തും സാഹറും അമ്മാവനും എല്ലാവരും ചേർന്നാണല്ലോ, അങ്ങനെ അമ്മാവനും അവരുടെ ഒപ്പം നിൽക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവൂലേ, അതല്ലേ പറഞ്ഞത് അച്ഛൻ വായി തോന്നണതൊക്കെ വിളിച്ചു പറയും, അതുകൊണ്ട് അവർ കൊണ്ടുപോയെന്ന്. എന്തോ എനിക്കതൊന്നും വിശ്വാസമാവണില്ല, ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ചതി ഉണ്ടെന്ന് എനിക്ക് തോന്നണേ എന്നൊക്കെ പറയുന്ന സമയത്ത് കരുണയാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ കാറിൽ പോണ വഴിക്ക് സുമേഷിന് ഫോൺ ചെയ്യുന്നുണ്ട്. സുമേഷേട്ടാ നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ഞാൻ ഇറക്കി വിട്ട സ്ഥലത്തേക്ക് വന്ന് നിൽക്കുക, ഞാനിപ്പോൾ തന്നെ അവിടെ എത്തുമെന്ന് പറയുമ്പം സുമേഷ് പറയുന്നുണ്ട് സാറേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഞാനങ്ങും പോയിട്ടില്ലായിരുന്നു എന്ന്. അങ്ങനെ സ്റ്റോപ്പിലെത്തിയതും സുമേഷ് കാറിൽ കയറുന്നുണ്ട്. പിന്നീട് കണ്ണൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പുറ സൈഡിൽ ഇരുന്നിട്ട് പോണ സമയത്ത് കണ്ണനാണെങ്കിൽ ഇങ്ങനെ മനസ്സിലാകെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അന്നേരം സുമേഷ് ചോദിക്കുന്നുണ്ട് സാറേ സാറിന് എന്താ പറ്റിയത്, പതിവില്ലാതെ സാറൊന്നാകെ ദേഷ്യത്തിലാണല്ലോ എന്ന് പറയുമ്പം
ഒന്നും ശരിയല്ല സുമേഷ് ഏട്ടാ, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ വിശ്വസിച്ചവരൊക്കെ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതെന്താ സാറ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുന്ന സമയത്ത്, കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഒന്നും കാര്യം പറയുന്നില്ല. അത് പറയാൻ എന്താ ഉള്ളത്? ഇപ്പം തന്നെ അറിയാലോ എൻ്റെ രണ്ടാനമ്മയും എൻ്റെ അനിയനൊക്കെ എന്നോട് ചെയ്യണേ എന്താന്ന്. അന്നേരം സുമേഷ് പറയുന്നുണ്ട്, അതൊക്കെ അവരുടെ വിവരമില്ലായ്മയല്ലേ സാറ്, അല്ലെങ്കിൽ അവർ സാറിനെ സ്നേഹിച്ച് നിന്നാൽ സാർ എന്ത് വേണമെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കുമെന്ന് അവർക്ക് അറിയില്ലേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മീനെ തന്നെയാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുമ്പം അനന്ത് വരുന്നുണ്ട്. അനന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മഹി, എന്തെങ്കിലും വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം എനിക്കൊരു സമാധാനമില്ല അനന്ത് കേട്ടാ, ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുക. അതെന്താ കാര്യം എന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ, കണ്ണേട്ടനെ ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, കണ്ണേട്ടൻ ഫോൺ എടുക്കണില്ല. അന്നേരം അനന്ത് പറയുന്നുണ്ട്, അവനങ്ങനെ ഫോൺ എടുക്കാതിരിക്കാൻ വഴിയില്ലല്ലോ, എന്തായാലും ഞാനൊന്ന് വിളിച്ച് നോക്കാമെന്നും പറഞ്ഞ് അനന്ത് ഫോൺ എടുത്ത് കണ്ണനെ വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ ബെല്ലടിക്കണല്ലാതെ കണ്ണൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, കണ്ണനെ ഞാൻ വിളിച്ചിട്ടും അവൻ ഫോൺ എടുക്കണില്ലല്ലോ, എന്തായിരിക്കും പ്രശ്നം? ഇനിയിപ്പോൾ അവന് സത്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് നോക്കിയപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, സത്യങ്ങൾ മനസ്സിലായാലും കണ്ണേട്ടന് എന്നോടല്ലേ ദേഷ്യം കാണുള്ളൂ, അനന്തുവേട്ടനോട് ദേഷ്യം ഉണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ കണ്ണേട്ടന് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടാണോ? എന്തായാലും അനന്തുവേട്ടനൊന്ന് അവിടെ വരെ പോയി നോക്കാമോ എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, ഞാൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് പോയി നോക്കാം, എന്താ അവൻ്റെ പ്രശ്നം എന്ന് അറിയാമോ എന്ന്. അങ്ങനെ നമ്മളുടെ അനന്തു ആണെങ്കിൽ മഹാലക്ഷ്മിയെ സമാധാനിപ്പിച്ചിട്ട് അപ്പം തന്നെ കമലേശ്വരത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് കണ്ണനാണെങ്കിൽ കമലേശ്വരത്ത് വന്നിറങ്ങുന്നുണ്ട്. വന്നിറങ്ങിയതും അകത്തേക്ക് കയറി വരുന്ന കണ്ണൻ്റെ അടുത്തേക്ക് ദുർഗ വന്നിട്ട്, എന്താണ് കണ്ണ, നിനക്ക് എന്താ പറ്റി, നിൻ്റെ മുഖമൊക്കെ ആകെ ദേഷ്യം പൂണ്ടാണല്ലോ ഇരിക്കണേന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പലരും എന്നിൽ നിന്ന് പലതും മറക്കുന്നുണ്ടെങ്കിലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ, ഞാനൊരു പൊട്ടനല്ല, ഞാൻ പൊട്ടനാന്നാരും വിചാരിക്കുകയൊന്നും വേണ്ടാന്ന് പറയുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട്, അതിന് ഞങ്ങൾ നിന്നെ എന്ത് ചെയ്തെന്നാ നീ പറയണേന്ന് ചോദിക്കുമ്പം എല്ലാവരും എന്താ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ എന്നെ ചതിക്കുന്നവരെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ കണ്ണൻ റൂമിൽ പോയിരുന്ന് ഈ മഹാലക്ഷ്മിയുടെ കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നാലും അയാൾ എന്നോട് ഈ സത്യം തുറന്നു പറഞ്ഞില്ലല്ലോ, എൻ്റെ അച്ഛൻ മരിച്ചതിൻ്റെ സങ്കടം എത്രത്തോളം എനിക്കുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് അയാൾ എല്ലാവരുടെയും കൂടെ ചേർന്ന് എന്നിൽ നിന്നും അത് മറച്ചു വെച്ചില്ലേ, ഇനി ഞാൻ അയാളെ എങ്ങനെ വിശ്വസിക്കും? ഇനി ഒരിക്കലും അയാളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് താഴത്ത് അനന്ത് വരുന്നുണ്ട്. അനന്തുവിനെ കണ്ടതും ദുർഗ വന്നിട്ട്, ആ നീ വന്നോ, ഇന്ന് നീ പോയല്ലേ ഉള്ളൂ, പിന്നെ എന്താ ഇപ്പോൾ തന്നെ വന്നേന്ന് ചോദിക്കുമ്പം, എനിക്ക് കാണേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വന്നേന്ന് പറയുന്ന സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, അതിന് കണ്ണനിപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്നല്ലേ വന്നേന്ന് ചോദിക്കുമ്പം അതെ, പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ഫോൺ വിളിച്ചിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ കണ്ണനെ കാണാൻ വന്നേ. എന്തായാലും കണ്ണൻ എന്തേന്ന് ചോദിക്കുമ്പം അവൻ റൂമിലോട്ട് പോയിട്ടുണ്ട്, ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, എന്താ പറ്റിയെന്ന് അറിയില്ല, എല്ലാവരും ചേർന്ന് തന്നെ ചതിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോണുണ്ടോ എന്ന് പറഞ്ഞതും അനന്തുവിന് മനസ്സിൽ ഭയങ്കര പേടി തോന്നുന്നുണ്ട്. കാരണം കണ്ണൻ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയോ എന്നുള്ള. അങ്ങനെ അനന്തു ആണെങ്കിൽ കണ്ണൻ്റെ റൂമിലോട്ട് വരുന്നുണ്ട്. റൂമിൽ ഡോറ് തുറന്നിട്ട് കണ്ണാന്ന് പറഞ്ഞ് അനന്ത് വിളിക്കുമ്പോൾ കണ്ണനാണ് ഈ ദേഷ്യത്തോടുകൂടി അനന്തുവിൻ്റെ നേരെ നോക്കിയിട്ട് എന്താന്ന് ചോദിക്കുമ്പം, അതെന്താ നീ മഹി വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്തിനാ അയാളുടെ ഫോൺ എടുക്കണേ, എന്നെ എല്ലാവരും ചേർന്ന് ചതിക്കുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താ കണ്ണായി പറയണേ, ആര് ചതിച്ചു എന്നാ നീ പറയണേന്ന് ചോദിക്കുമ്പം, നീ എൻ്റെ അടുത്ത് ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുകയൊന്നും വേണ്ട, എനിക്ക് എല്ലാ സത്യങ്ങളും അറിയാം, എൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപനാണെന്നും അന്ന് ആ വണ്ടിയിൽ ദൃക്സാക്ഷിയായിട്ട് മഹി ഉണ്ടായിരുന്നു എന്നും. അത് കേട്ടതും അനന്തും ആണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കാവുന്നുണ്ട്. സത്യങ്ങളെല്ലാം ഇവരെങ്ങനെയാണ് അറിഞ്ഞതെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണ, അത് ഞാൻ പറയട്ടേടാ, ഞങ്ങളത് മനഃപൂർവ്വമൊന്നും അല്ല എന്ന് പറയുമ്പം, എന്താണെങ്കിലും നിങ്ങളെല്ലാവരും ചേർന്ന് എന്നിൽ നിന്ന് മറച്ചു വെച്ചു, അതുകൊണ്ട് എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല, നീയും എന്നെ ചതിക്കുമല്ലേടാന്ന് ചോദിച്ചതും ഈ അനന്തും ആണെങ്കിൽ ചെന്ന് കണ്ണൻ്റെ തോളത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, കണ്ണ നീ അങ്ങനെ പറയില്ലേ, ഞങ്ങളത് മറച്ചു വെച്ചെങ്കിൽ നിങ്ങളുടെ നന്മ കരുതിയാൽ മറച്ചു വെച്ചതെന്ന് പറയുമ്പം, എൻ്റെ അച്ഛൻ്റെ കൊലപാതകയെ മറച്ചു വെച്ചിട്ട് എനിക്ക് എന്ത് നന്മയുടെ ഉണ്ടാവണേ, നിനക്ക് എന്നെ അറിയാവുന്നതല്ലേ, എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഏത് ലോറി കണ്ടാലും ഞാൻ കല്ലെടുത്ത് എറിയണത് നിനക്കറിയാലോ, എന്നിട്ടും നീ എന്തിനാ അത് മറച്ചു വയ്ക്കാൻ അവർക്കൊപ്പം കൂട്ടു നിന്നേന്ന് ചോദിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അത് മഹി എന്ന വണ്ടിയിലുണ്ടായിരുന്നു, പക്ഷെ മഹിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു കണ്ണ, നിനക്കറിയില്ലേ മഹിയുടെ രണ്ടാനച്ഛന്, അന്ന് മഹി പേടിച്ച് അവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് മഹി ഒന്നും പറയാതിരുന്നതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പം അയാളെ ഞാൻ വിവാഹം കഴിച്ചിട്ട് 1 വർഷം കഴിഞ്ഞില്ലേ, ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും അയാൾക്ക് എന്നോട് പറയായിരുന്നല്ലോ, എന്നിട്ട് അയാൾ പറഞ്ഞില്ലല്ലോ, അപ്പോൾ അയാൾ എന്നെ ചതിക്കുമല്ലായിരുന്നോ, ഇനി എനിക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതും അനന്ത് പറയുന്നുണ്ട്, കണ്ണാ നീ അങ്ങനെയൊന്നും പറയില്ലേ, എന്തായാലും മഹി കാരണമല്ലേ നിനക്കിപ്പോൾ ഒരു ജീവിതം ഉണ്ടായേ, അതുകൊണ്ട് നീ മഹിയെ സംശയിക്കരുത്, മഹിയെ ശത്രുവായി കാണരുതെന്ന് പറയുമ്പം, ഇല്ല, ഇനി ഞാൻ അയാളെ എൻ്റെ ശത്രുവായി തന്നെ കാണുള്ളൂ, അയാളെ എനിക്ക് കാണുന്നത് പോലും ഇനി വെറുപ്പാണ്, അതുകൊണ്ട് നീ അയാളോട് പറഞ്ഞേരെ ഇനി എന്നെ ഫോൺ വിളിക്കാൻ നിൽക്കണ്ടെന്ന്
അത് കേട്ടത് അനന്ത് പറയുന്നുണ്ട്, കണ്ണാ നീ ഈ സമയത്ത് മഹിയെ ബുദ്ധിമുട്ടിക്കരുത്, അതിന് പറ്റിയൊരു സാഹചര്യമല്ല. എന്തായാലും നീ ഇപ്പം സമാധാനപ്പെടുക, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയില്ലേ, അതിപ്പോൾ സംഭവിച്ചതല്ലല്ലോ. 20 വർഷം മുമ്പ് നടന്ന കാര്യത്തിന് ഇപ്പം നീ മഹിയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹിയുടെ കുഞ്ഞിനെ ബാധിക്കുമെന്ന് പറയുമ്പം ആരെ ബാധിച്ചാലും എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ജീവനെ പോലെ ഞാൻ കണ്ടിരുന്ന എൻ്റെ അച്ഛനെ കൊന്നത് പ്രതാപന എന്നുള്ള സത്യം നിങ്ങളെല്ലാവരും ചേർന്ന് എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുകയല്ലായിരുന്നോ. ആ സമയത്ത് ഈ അനന്ത് വന്നിട്ട് പറയുന്നുണ്ട്, കണ്ണ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ല കണ്ണാന്നും പറഞ്ഞ് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം കണ്ണനാണെങ്കിൽ അനന്തുവിൻ്റെ കഴുത്തിന് കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീയും കൂടെ ചേർന്നല്ലേടാ എന്നെ ചതിച്ചത്, നിന്നെ ഞാൻ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനേക്കാളും സ്നേഹിച്ചിട്ടേ ഉള്ളൂ, എന്നിട്ട് നിനക്ക് എന്നോട് എങ്ങനെ ഈ ചതി ചെയ്യാൻ തോന്നി? എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഇനി ഞാൻ ആരെയും വിശ്വസിക്കൂല, പ്രത്യേകിച്ച് മഹാലക്ഷ്മീനെ. അതുകൊണ്ട് നീ ചെന്ന് മഹാലക്ഷ്മിയോട് പറഞ്ഞേരെ ഇനി എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയോ വേണ്ട, അയാളോട് എനിക്ക് വെറുപ്പാണെന്ന്. അത് കേട്ടതും അനന്തു ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.